ഇന്ന് ഞാനിവിടെ റവ കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഞാനിതാ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് റവ. അപ്പോൾ അതിന് 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എടുക്കണം. എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നുള്ള പരാതിയാണ്. അപ്പം അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്. ഈ പാത്രത്തിന് എടുത്തേക്കുന്നതിന് ഇതിൻ്റെ 2 ഗ്ലാസ് ആണെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം എടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതിനാവശ്യമായ കറിവേപ്പില, ഒരു വലിയ സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കപ്പലണ്ടി ഇടുന്നുണ്ട്. കപ്പലണ്ടി, പിന്നെ ഇതാണ്ട 2 വറ്റൽമുളക്, ഉഴുന്ന്, പിന്നെ ആവശ്യമായ തേങ്ങ ആവശ്യത്തിന്. നിങ്ങൾക്ക് എത്ര തേങ്ങ ഇടാൻ ഉണ്ടോ അതനുസരിച്ച് ഇടുക. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ എപ്പോഴും നിങ്ങൾ കുറച്ച് ഉപയോഗിക്കുക, ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി, വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഞാൻ തീ കുറച്ച് വെച്ചേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഒന്ന് ചുമന്ന് വരട്ടെ. സവാള ഒന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇഞ്ചി ഇടാം. പച്ചമുളക് അത് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇടാം. അതൊന്ന് വാടട്ടെ. ഇത് ചെറുതായി മൂത്തിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കപ്പലണ്ടി ഇട്ടു. ഇതിനകത്ത് നെയ്യിൽ മൂപ്പിക്കുന്നവരും ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നെയ്യില്ല. ഉഴുന്നൂടെ ഇടാം. ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കട്ടെ. അത് മൂത്തിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ആ വെള്ളം ഒഴിക്കാം. അളന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇനി വെള്ളം തിളയ്ക്കണം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നോക്കണം ഉപ്പ് എങ്ങനെയാണെന്ന്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഉപ്പുമാവിന് ഉപ്പ് കൂടും. ഇതിനകത്തേക്ക് നമുക്കിനി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ തേങ്ങയുടെ ഒരു പാലൊക്കെ അതിനകത്ത് ഇറങ്ങും വെള്ളത്തിലോട്ടിടുമ്പോൾ. പണ്ട് തേങ്ങ പാല് പിഴിഞ്ഞ് ഒഴിക്കുമായിരുന്നു. പണ്ടൊക്കെ അമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതപ്പോൾ തേങ്ങയും കൂടെ ഇടുമ്പോൾ നമുക്ക് പഴമൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം, ടേസ്റ്റാണ്. തേങ്ങയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാലും കൂടെ അതിനകത്ത് ഉപ്പുമാവിനകത്ത് അപ്പോഴൊരു ടേസ്റ്റായിരിക്കും. ഇതിവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതുമാണ്. ചെറിയ പഴമുണ്ട്, ചെറിയ പഴം, കൂമ്പില്ല കണ്ണൻ, അതുകൊണ്ട് ഉപ്പുമാവ്, ഏത്തയ്ക്ക പുഴുങ്ങിയതും ചെറിയ പഴവും. ഉപ്പുമാവ് ആവിയിലൊന്ന് വേവണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ചിക്കി എടുക്കണം. ഇതിൻ്റെ പാത്രം കുറച്ച് ചെറുതായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആവിയിലിരുന്നൊന്ന് വേവണം. ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടയൊന്നും കിട്ടിയിട്ടില്ല, ഉണ്ടയൊന്നും ആയിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക പുഴുങ്ങിയതും ചെറിയ പഴമുണ്ട്.